എല്ലാവർക്കും നമസ്കാരം. ഒരാളുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണ്? അയാളുടെ വസ്ത്രങ്ങളാണോ അതോ സ്വഭാവമാണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടുന്ന ഗായത്രി പരിവാറിന്റെ സച്ചിത്ര ബാലകഥകളിലെ വളരെ ശക്തമായൊരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം അല്ലേ? സങ്കൽപ്പിക്കൂ, അമേരിക്കയിലെ തിരക്കേറിയ ഒരു തെരുവ്. ആ തെരുവിലൂടെ തന്റേതായ പ്രത്യേക വേഷത്തിൽ സ്വാമി വിവേകാനന്ദൻ നടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ വേഷം എന്താണെന്നോ? കാഷായ വസ്ത്രം. അന്നത്തെ അമേരിക്കക്കാർക്ക് ഇത് വളരെ വിചിത്രമായ, ഒട്ടും പരിചയമില്ലാത്തൊരു വേഷമായിരുന്നു. സ്വാഭാവികമായും പോകുന്ന വഴിക്ക് എല്ലാവരും അദ്ദേഹത്തെ തന്നെ തുറിച്ചു നോക്കാൻ തുടങ്ങി. ആ നോട്ടം പതിയെ പതിയെ പരിഹാസത്തിലേക്ക് മാറി. അദ്ദേഹത്തിന്റെ ആ വേഷം കണ്ടിട്ട് ആളുകൾക്കൊരു കൗതുകം, അല്ല ഒരു കോമാളിയെ കണ്ട പോലെയായി. അവര് കൂട്ടം കൂടി നിന്ന് ചിരിക്കാനും കളിയാക്കാനും തുടങ്ങി. അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരാളുടെ വസ്ത്രം കണ്ട് അദ്ദേഹത്തെ നടു റോഡിലിട്ട് അപമാനിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. ഒന്ന് നോക്കിക്കേ, ആളുകൾ അദ്ദേഹത്തെ വിലയിരുത്തിയത് വെറും പുറമേ കാണുന്ന വേഷം നോക്കിയിട്ടാണ്. അവര് വിചാരിച്ചു ഇതാരോ ഒരു വിഡ്ഢിയാണെന്ന്. എന്നിട്ടോ അദ്ദേഹത്തെ പിന്തുടർന്ന് ചിരിച്ചും കളിയാക്കിയും പിന്നാലെ കൂടി. പക്ഷേ പെട്ടെന്നാണ് കഥയില് ഒരു ട്വിസ്റ്റ് വരുന്നത്. ആരും പ്രതീക്ഷിക്കാത്തൊരു വഴിത്തിരിവ്. സ്വാമിജി ഇതിനോട് എങ്ങനെയാവും പ്രതികരിച്ചത്? നമുക്ക് നോക്കാം. അദ്ദേഹം ആ കളിയാക്കലൊന്നും കേട്ടില്ലെന്ന് നടിച്ച് മുന്നോട്ടു പോയില്ല. പകരം അവിടെ തന്നെ നിന്നു. എന്നിട്ട് വളരെ ശാന്തനായി തന്നെ പരിഹസിച്ച ആ ആൾക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു. അപ്പോ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുന്നത്? വളരെ ശാന്തമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: മാന്യന്മാരെ, നിങ്ങളുടെ നാട്ടിലൊരാൾ എത്രത്തോളം സംസ്കാരസമ്പന്നനാണ് എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ വേഷം നോക്കിയാണെന്ന് തോന്നുന്നു. എന്നിട്ട് അദ്ദേഹം തുടർന്നു: പക്ഷെ ഞാൻ വരുന്ന രാജ്യത്ത് ഒരാളെ ഞങ്ങൾ തിരിച്ചറിയുന്നത് അയാളുടെ സ്വഭാവം നോക്കിയാണ്, അല്ലാതെ വേഷം നോക്കിയല്ല. ആ ഒറ്റ വാചകത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, അല്ലേ? രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ആ വലിയൊരു വ്യത്യാസം അദ്ദേഹം അവിടെ വരച്ചുകാട്ടി. അതാണാ പോയിന്റ്. ഒരു വശത്ത് വസ്ത്രം നോക്കി ആളെ വിലയിരുത്തുന്ന രീതി, മറുവശത്ത് സ്വഭാവവും ഗുണങ്ങളും നോക്കി വിലയിരുത്തുന്ന രീതി. പുറമോടിയും ആന്തരിക സത്തയും തമ്മിലുള്ള ഒരു താരതമ്യം. അപ്പോ ഇത്ര ആഴമുള്ള വാക്കുകൾ കേട്ടപ്പോ ആ ആൾക്കൂട്ടത്തിന് എന്തുപറ്റി? എന്തായിരുന്നു അവരുടെ പ്രതികരണം? നോക്കാം. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ടായിരുന്നു. അത് കേട്ട് ആ ആൾക്കൂട്ടം അപ്പോഴേ സ്തബ്ധരായി നിന്നുപോയി. അവരുടെ ചിരിയും കളിയാക്കലും എല്ലാം നിമിഷനേരം കൊണ്ട് നിന്നു. പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ സ്വാമിജി വളരെ ശാന്തനായി മുന്നോട്ട് നടന്നുപോയി. വളരെ ചെറിയൊരു സംഭവമാണെങ്കിലും ഇതിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. എന്താണ് പ്രധാന പാഠം? ഒരാളുടെ യഥാർത്ഥ ഐഡന്റിറ്റി, അയാളുടെ വ്യക്തിത്വം, അത് പുറമേ കാണുന്ന വസ്ത്രത്തിലോ രൂപത്തിലോ അല്ല, മറിച്ച് അയാളുടെ ഉള്ളിലെ ഗുണങ്ങളിലും സ്വഭാവത്തിലുമാണ്. കാലമെത്ര കഴിഞ്ഞാലും മാറാത്ത ഈ ഒരു വലിയ സത്യമാണ് സ്വാമി വിവേകാനന്ദൻ ആ ഒരൊറ്റ മറുപടിയിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഈ കഥ ഗായത്രി പരിവാറിന്റെ സച്ചിത്ര ബാലകഥകളിൽ നിന്നുള്ളതാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്താണെന്നാൽ, ഇതുപോലുള്ള ലളിതമായ കഥകളിൽ പോലും എത്ര വലിയ ജീവിത പാഠങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്നാണ്. അപ്പൊ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം: നിങ്ങൾ ഒരാളെ കാണുമ്പോൾ എന്താണ് ആദ്യം ശ്രദ്ധിക്കുന്നത്? അയാളുടെ വില കൂടിയ വസ്ത്രങ്ങളാണോ അതോ അയാളുടെ സ്വഭാവവും പെരുമാറ്റവുമാണോ? നിങ്ങൾക്കെന്താണ് ഏറ്റവും ശ്രേഷ്ഠമായി തോന്നുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.